നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ ഇത്. ദാ ഈ സീനിൽ കാണുന്ന ഈ ക്ഷേത്രം വരെ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. അങ്ങ് മലമുകളിലെ മഞ്ഞുമൂടിയൊരു കൃഷ്ണക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ശരിക്കും നാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് വരുമ്പോൾ പൂക്കളാൽ സമ്പന്നമായ ഒരു ഗ്രാമം എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മുത്തങ്ങ കഴിഞ്ഞ് മധൂര് കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഊട്ടി റോഡിലേക്ക് പോകുമ്പോൾ ഹങ്കള എന്ന സ്ഥലത്ത് ഗോപാൽസ്വാമി പേട്ടയിലേക്കുള്ള ബോർഡ് കാണാം. അവിടെ നിന്ന് കർണാടക ഗവൺമെന്റിന്റെ ബസ്സിൽ 70 രൂപ ടിക്കറ്റ് എടുത്ത് ആ ബസ്സിലാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള യാത്ര. നമ്മൾ ആ ബസ്സിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന അത്രയും സമയം നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. നമ്മൾ നേരത്തെ കണ്ട സീനിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ അമ്പലത്തിന് വന്നിട്ടുണ്ട്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമവത് ഗോപാൽസ്വാമി പേട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ. ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷം മുഴുവൻ ഈ കുന്നുകളെ മൂടുന്നുണ്ട്. ശരിക്കും തട്ടുച്ച 1 മണി സമയത്താണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. വല്ലാണ്ട് വിഷന്നപ്പോ സമയം നോക്കിയപ്പോഴാണ്. നമ്മളിവിടെ എത്തിയത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം സാധാരണയിൽ കവിഞ്ഞ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ക്യൂ ആയിരുന്നു. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടൊരു കഥ എന്താണെന്ന് വെച്ചാല്, ഈ അമ്പലത്തിനോട് ചേർന്ന് ഒരു കുളമുണ്ട്. പണ്ട് ഒരു കാക്ക അവിടെ വന്ന് കുളിച്ചപ്പോ അത് അരയണയത്രേ. അതിനുശേഷം അവിടെ കാക്കകൾ വരാറില്ലത്രേ. കഥയിൽ ചോദ്യമില്ലാന്നല്ലേ. ഓരോ മനുഷ്യർക്കും ഓരോ നാടിനും അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ. വീണ്ടും ബസ്സിനായി നമ്മൾ ഉഴവും കാത്ത് നീണ്ട ക്യൂവിൽ നിന്ന് ഒടുവിൽ ബസ്സിൽ കയറി വിൻഡോ സീറ്റിൽ സ്ഥലവും പിടിച്ച് ഞാൻ ഇനിയും വരും തീർച്ച എന്ന് എന്നോട് തന്നെ പലകുറി ആവർത്തിച്ച് തിരിച്ച് ഞാൻ കയറിയിടത്തു തന്നെ ബസ് കൊണ്ട് ഇറക്കിയപ്പോഴും മലമുകളിലേക്ക് പോവാൻ കാത്തിരിക്കുന്നവരുടെ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു.